നാട്ടുരാജാവ് എന്ന ചിത്രത്തെ പറ്റി നമ്മൾ ഇതിന് തൊട്ടു മുമ്പത്തെ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം, ആ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ബാക്കി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണുക. 2004 ഓഗസ്റ്റ് മാസമാണ് നാട്ടുരാജാവ് റിലീസിനെത്തുന്നത്, അതായത് ഓണം റിലീസ്. നാട്ടുരാജാവിനൊപ്പം ഓണം റിലീസായെത്തിയ മറ്റു പ്രമുഖ മലയാള ചിത്രങ്ങളാണ് ദിലീപ് നായകനായ വെട്ടം, മമ്മൂട്ടിയുടെ കാഴ്ച, പൃഥ്വിരാജ് നായകനായ സത്യം. നാട്ടുരാജാവ് എന്ന ചിത്രത്തിന് ആദ്യത്തെ ആഴ്ച കൊണ്ട് തന്നെ മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു. അതിൽ കൂടുതലും ലഭിച്ചത് തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ സെന്ററുകളിൽ നിന്നാണ്. പക്ഷെ നാട്ടുരാജാവ് അടക്കമുള്ള ഓണം റിലീസുകളിൽ പ്രേക്ഷക പ്രീതിയിൽ ഒന്നാമത് അല്ലെങ്കിൽ ഓണം വിന്നറായി മാറിയത് മമ്മൂട്ടി നായകനായെത്തിയ കുടുംബ സിനിമയായ കാഴ്ച എന്ന ചിത്രമാണ്. അതിന്റെ കാരണവും ഞാൻ വ്യക്തമാക്കാം. 2004 ഓഗസ്റ്റ് 20 നാട്ടുരാജാവ് റിലീസാകും. ആദ്യത്തെ 3 ദിവസത്തെ ആരാധകരുടെയും ചെറുപ്പക്കാരുടെയും ആഘോഷങ്ങൾക്ക് ശേഷം ഈ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് വന്നു തുടങ്ങിയത്. അതിന്റെ കാരണമായി അന്നത്തെ റിപ്പോർട്ടുകൾ പറയുന്നത് നരസിംഹം എന്ന ചിത്രത്തിന്റെ അതേ വിജയ ഫോർമുല തന്നെ വീണ്ടും ആവർത്തിച്ചു, പിന്നെ ഹെവി ഡോസ് ആക്ഷനും ആ സീനുകൾക്കുമിടയിൽ കഥയുടെ ആഴം കുറഞ്ഞുപോയി എന്നുമാണ്. ബട്ട് പേഴ്സണലി നാട്ടുരാജാവ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ നാട്ടുരാജാവ് ഇറങ്ങി കൃത്യം 7-ാം ദിവസം 2004 ഓഗസ്റ്റ് 27 മമ്മൂട്ടി നായകനായ കുടുംബചിത്രം കാഴ്ച എന്ന സിനിമ റിലീസാകും. ചിത്രത്തിനാണെങ്കിൽ കഥാപരമായും പെർഫോമൻസ് പരമായും എങ്ങും മികച്ച പ്രതികരണം. ഒപ്പത്തിനൊപ്പം എത്തിയ പൃഥ്വിരാജിന്റെ സത്യം ബോക്സ് ഓഫീസിൽ ഒരു ചലനവും സൃഷ്ടിക്കാതെ മടങ്ങി. ഹെവി ഡോസ് മാസ് സീനുകൾ കൊണ്ട് 2004 ഓണം സീസണിലെ ഏറ്റവും ഹയസ്റ്റ് കളക്ഷൻ നാട്ടുരാജാവ് എന്ന ചിത്രം നേടിയെങ്കിലും പ്രേക്ഷക പ്രീതിയിൽ ഓണം സീസണിൽ 1-ാം സ്ഥാനം നേടിയത് മമ്മൂട്ടിയുടെ കാഴ്ച എന്ന കുടുംബചിത്രമാണ്. 2-ാം സ്ഥാനം നാട്ടുരാജാവ്. നമ്മൾ ഇന്ന് ആസ്വദിച്ച് കാണുന്ന വെട്ടം എന്ന ചിത്രം അന്ന് ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് ആയി ഒതുങ്ങി. ഈ പറഞ്ഞ ചിത്രങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.